ഹലോ ഗൈസ്, ആർഷ് വ്ളോഗിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു യൂസ്ഡ് കാറിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൊർണൂർ റോഡിലുള്ള ഒരു കേരള കാർസ് എന്ന് പറയുന്ന ഒരു ഷോറൂമാണ്. കല്ലേക്കാടാണ് കറക്റ്റ് സ്പോട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഒരു പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോറൂം വരുന്നത്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ കേരള കാർസിന്റെ ഓണറായ ഫാറൂഖ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫാറൂഖ് ഖാന്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ കാറുകൾ എങ്ങനെയാണ് എടുക്കുന്നത്, അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയൂ. നിങ്ങൾ എങ്ങനെയാണ് കാറുകൾ എടുക്കുന്നത്? നമ്മള് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് വളരെ നോക്കി ശ്രദ്ധിച്ച് ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാറുള്ളൂ. ഓക്കെ, സ്പ്രിന്റിൽ പെട്ടതോ അങ്ങനെയൊന്നും എടുക്കാറില്ല. എടുക്കാറില്ല. ആക്സിഡന്റുള്ള വണ്ടികൾ എടുക്കാറില്ല. നമ്മള് വണ്ടി ലോ ബഡ്ജറ്റ് മുതൽ 45 രൂപ മുതൽ പ്രീമിയം വെഹിക്കിൾ വരെ ചെയ്യുന്നുണ്ട്. 45 രൂപ മുതൽ സ്റ്റാർട്ടിങ് 45 രൂപ മുതൽ പ്രീമിയം വെഹിക്കിൾ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 45 എന്ന് പറയുമ്പോൾ ഒരു മാരുതി 800, ഒരു 2005 മോഡൽ മാരുതി 800, 45, 50, 45 വരെ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കാൻ പറ്റും, കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. പ്രീമിയം വെഹിക്കിളും അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ഏത് പ്രീമിയം വെഹിക്കിൾ വേണമെങ്കിലും നമ്മൾ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ നേരത്തെ നല്ല സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നതുകൊണ്ട് പ്രീമിയം വെഹിക്കിൾ, ചെറിയ വെഹിക്കിളും പരമാവധി 50 സ്റ്റൈല് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ്. നമുക്ക് സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ലോൺ ഫെസിലിറ്റി ഉണ്ട്. ലോൺ ഫെസിലിറ്റി 2011 മേലെ ബാങ്കിങ് ലോൺ ഫെസിലിറ്റി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2011 മേലെ ലോൺ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റും. 9.5 ഇൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കാം. 9.5 ഇൻട്രസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടിയുടെ 70% ലോൺ ചെയ്ത് 70% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 2011 ശേഷം മാത്രമേ. പിന്നെ 2011 കീപ്പിട്ട് വന്നിട്ട് ലോക്കൽ ഫിനാൻസ് എന്ന് പറഞ്ഞ എസ് ഫിനാൻസ് ഉണ്ട്. അവരൊന്നും നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഫിനാൻസ് നമ്മൾ അറേഞ്ച് ചെയ്യൽ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ സെയിൽ മാത്രമേ ഉള്ളൂ. പാർക്കിംഗ് സെയിലാണ്. കസ്റ്റമർക്ക് വേണമെങ്കിൽ വണ്ടി ഇവിടെ പാർക്കിംഗ് സെയിലിൽ ഇടാം. ഞങ്ങൾ വിറ്റിട്ട് ഞങ്ങൾ അവരുടെ പേയ്മെന്റ് ഞങ്ങൾ കൊടുക്കും. 2% കമ്മീഷൻ എടുക്കുന്നുണ്ട്. അതിന്റെ പുറമെ നമ്മളും അത്യാവശ്യം ഏതെങ്കിലും വണ്ടികൾ നല്ല വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിച്ച് നിർത്തി കസ്റ്റമർക്ക് സെയിൽ ചെയ്യാം. അതിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളതിനെ വൃത്തിയായി ചെയ്ത് പോളിഷോ കാര്യങ്ങളോ ചെയ്യാനുള്ളത് മെയിൻ്റനൻസ് വർക്ക് എല്ലാം ചെയ്തിട്ട് വൃത്തിയായിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മളുടെ സാറ്റിസ്ഫൈഡ്. അതെ. ഓക്കെ, അപ്പോൾ ലോൺ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. 2011 ശേഷമുള്ളതും അതുപോലെ തന്നെ 2011 താഴെയുള്ളതും അവർ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ, നമുക്ക് കാറുകളൊക്കെ ഓരോന്നായി നമുക്ക് ചെക്ക് ചെയ്താലോ. കാര്യങ്ങൾ, കാറിൻ്റെ റേറ്റ്, മോഡല്, കണ്ടീഷൻ എല്ലാം നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന വാഹനം 2012 മോഡൽ കോട്ടയം രജിസ്ട്രേഷൻ മാരുതി SX4 VDI മോഡലാണ്. AC, പവർ സ്റ്റിയറിംഗ്, സെൻറ്റർ ലോക്ക്, 4 ഡോർ വിൻഡോ എന്നീ സൗകര്യമുള്ള ഈ വാഹനം ഡീസൽ വേരിയൻ്റാണ്. 18 കിലോമീറ്റർ മൈലേജാണ് കമ്പനി പറയുന്നത്. 84,000 കിലോമീറ്റർ ഓടിയുണ്ട് ഈ വാഹനം. ഇതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് 2 ടയർ ചേഞ്ച് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി എല്ലാം പക്ക ക്ലീനാണ്. സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഇതിന് ചോദിക്കുന്ന ഒരു കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 325 ആണ്. ഇത് നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഇതും മാരുതിയുടെ SX4 തന്നെയാണ്. ZDI ആണ് ഇത്. VDIനേക്കാളും ഓപ്ഷൻ കൂടിയ വാഹനമാണ്. എയർ ബാഗ് മുതൽ ABS വരെ ഈ വാഹനത്തിനുണ്ട്. പാലക്കാട് രജിസ്ട്രേഷനായ ഈ വാഹനം 2011 മോഡൽ. 1,34,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. 75% ടയർ കണ്ടീഷനുള്ള ഒരു വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ഗുഡ് കണ്ടീഷൻ വാഹനം തന്നെയാണ്. കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. സർവീസ് ഹിസ്റ്ററി എല്ലാം പക്കയാണ്. ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് എത്രയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 325 ആണ്. എന്നിരുന്നാലും ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ 2 ലക്ഷം വരെ ലോണും കമ്പനി ചെയ്തു കൊടുക്കുന്നതാണ്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്ന വാഹനം ടാറ്റ ഇൻഡിക്കയാണ്. 2007 മോഡലായി ഈ വാഹനം പെരിന്തൽമണ്ണ രജിസ്ട്രേഷനാണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻറ്റർ ലോക്ക്, അങ്ങനെ എല്ലാ സൗകര്യമുള്ളൊരു വാഹനം തന്നെയാണ്.
ഈ വാഹനം ഡീസൽ വേരിയൻ്റ് ആണ്. കിലോമീറ്റർ ഏകദേശം 1.34 ഓടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ മെക്കാനിക് കണ്ടീഷനും ടയർ കണ്ടീഷനും എല്ലാം നല്ല ഗുഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ വാഹനം ഇപ്പോൾ 3rd ഓണറിലാണ് നിൽക്കുന്നത്. എല്ലാം നല്ല കണ്ടീഷനിലുള്ള ഒരു വാഹനം തന്നെയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് 45,000 റുപ്പീസാണ്. ഇത് ഫിക്സഡ് റേറ്റ് ആണ്. ഈ കാണുന്ന വാഹനം 2008 മോഡൽ സാൻഡ്രോ ആണ്. ആലുവ രജിസ്ട്രേഷൻ വാഹനമാണ്. ഈ വാഹനം ഫുൾ ഓപ്ഷനാണ്. അതുപോലെ തന്നെ പെട്രോൾ വേരിയൻ്റ് ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എന്നിവയെല്ലാം ഉണ്ട്. വണ്ടി ഇപ്പോൾ 2nd ഓണർഷിപ്പിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 67,000 കിലോമീറ്റർ ഓടിയുണ്ട്. എന്നിരുന്നാലും ടയർ കണ്ടീഷനെല്ലാം ഒരു 80% ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് കണ്ടീഷനും അത്യാവശ്യം ഒരു 80% ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സർവീസ് ഹിസ്റ്ററി എല്ലാം പക്കയായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. അത്യാവശ്യം കാണാനും നല്ലൊരു കണ്ടീഷനിലുള്ള വാഹനന്മാർ തന്നെയുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് ചോദിക്കുന്നത് 125 ആണ്. എന്നിരുന്നാലും ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വാഹനം 2004 മോഡൽ സാൻഡ്രോ ആണ്. ഈ വാഹനം പാലക്കാട് രജിസ്ട്രേഷനാണ്. ഇതിന് AC മാത്രമേ ഉള്ളൂ. പക്ഷേ ബ്രാൻഡ് ന്യൂ ടയറാണ്, 4 ടയറുകളും. അതുപോലെ തന്നെ സീറ്റ് കവറെല്ലാം ജെന്യൂനാണ്. ഫ്ലഡ് എഫക്റ്റോ ആക്സിഡൻറ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈ വാഹനം ഇപ്പോൾ നിൽക്കുന്നത് 2nd ഓണർഷിപ്പിലാണ്. 82,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിൻ്റെ പേപ്പറുകളെല്ലാം പുതിയതാണ്. അതായത് 5 ഇയർ ടാക്സ്, 5 ഇയർ റിന്യൂവൽ, ന്യൂ ഇൻഷുറൻസ്. ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80,000 രൂപയാണ് ചോദിക്കുന്നത്. എന്നിരുന്നാലും ലാസ്റ്റ് ഒരു 75,000 വരെ കൊടുക്കാമെന്നാണ് അവർ പറയുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടാക്സിയാണ്. 2012 മോഡൽ മഹീന്ദ്ര വെരിറ്റോ ആണ്. ഇത് പൊന്നാനി രജിസ്ട്രേഷനാണ്. ഡീസൽ വേരിയൻ്റായ ഈ വാഹനം AC, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എന്നീ സൗകര്യങ്ങളെല്ലാം ഉള്ള വാഹനമാണ്. എന്നാൽ പവർ വിൻഡോ ഇല്ലാത്ത മോഡലാണ്. 1.16 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ എല്ലാം നല്ല ഗുഡ് കണ്ടീഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു സർവീസ് ഹിസ്റ്ററി ഉള്ളൊരു കാർ കൂടി തന്നെയാണ് ഈ വാഹനം. അതുപോലെ തന്നെ ഇതിൻ്റെ പേപ്പറെല്ലാം ജെന്യൂനാണ്. ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് 2 ലാഖാണ് ചോദിക്കുന്നത്. എന്നിരുന്നാലും ഇതൊരു നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വാഹനം മാരുതിയുടെ എസ്റ്റീമാണ്. 2002 മോഡലായ ഈ വാഹനം എറണാകുളം രജിസ്ട്രേഷനാണ്. ഈ വാഹനം ഫുൾ ഓപ്ഷനാണ്. അതായത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഡീസൽ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 22 to 23 മൈലേജ് അവർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം കൊണ്ട് ആകെ 47,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. ഇത് ജെന്യൂൻ കിലോമീറ്റർ തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത 4 ടയറും ബ്രാൻഡ് ന്യൂ ആണ്. അതുപോലെ തന്നെ നല്ല ലെതർ സീറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു എൻജിൻ തന്നെയാണ് ഇതിൻ്റെ എൻജിൻ. ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് 75 ആണ്. എന്നിരുന്നാലും ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മാരുതി 800 ആണ്. 2006 മോഡൽ, മണ്ണാർക്കാട് രജിസ്ട്രേഷനാണ്. AC ഇല്ല, ഒരു ഓർഡിനറി വണ്ടിയാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് റേറ്റ് വന്നിട്ട് ചോദിക്കുന്നത് 50,000 റുപ്പീസാണ്. ഇത് 3rd ഓണർ വണ്ടിയാണ്. നല്ല കണ്ടീഷനാണ്, ജെന്യൂൻ വണ്ടിയാണ്. അതായത് ടയർ കണ്ടീഷൻ, മെക്കാനിക്കൽ കണ്ടീഷൻ, ബോഡി കണ്ടീഷൻ എല്ലാം നന്നായിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ ഒരു കാറ്, അതും നല്ല ജെന്യൂൻ പീസ് തന്നെയാണ് ഈ കാറ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗൂഡ്സ് കാരിയറാണ്. 2010 മോഡൽ ടാറ്റ ഏസ് HD ആണ്. ഇത് പെരിന്തൽമണ്ണ രജിസ്ട്രേഷനാണ്. 92,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിൻ്റെ ടയറെല്ലാം ഗുഡ് കണ്ടീഷൻ തന്നെയാണ്. ഇതിൻ്റെ പേപ്പറെല്ലാം ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. 1.15 ഇതിന് ചോദിക്കുന്ന ഒരു ആസ്കിംഗ് റേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഗുഡ് കണ്ടീഷനായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്.
അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വാഹനം 1970 മോഡൽ ജീപ്പാണ്. എൻജിൻ ഡീസലാണ്, അതായത് DI എൻജിനാണ്. വില്ലീസ് പോലെ ആൾട്ടർ ചെയ്ത വണ്ടിയാണ്. വില്ലീസ് പോലെ ആൾട്ടർ ചെയ്ത ഒരു വാഹനമാണ്. ഇതിൻ്റെ റെക്കോർഡെല്ലാം പക്കയാണ്. എന്നിരുന്നാലും ഇതിൻ്റെ കിലോമീറ്റർ കറക്റ്റായിട്ട് പറയാൻ സാധ്യമല്ല. എന്നിരുന്നാലും ഇതിൻ്റെ ടയർ കണ്ടീഷനെല്ലാം പക്കയാണ്. പുതിയ ബ്രാൻഡ് ന്യൂ ടയറുകളാണ് ഇതിൽ ഉള്ളത്. ഇതൊരു കസ്റ്റമറിൻ്റെ വണ്ടിയാണ്. അവർ ചോദിക്കുന്ന ഒരു ആസ്കിംഗ് റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലാഖാണ് ചോദിക്കുന്നത്. എന്നിരുന്നാലും ഈ പ്രൈസ് നെഗോഷ്യബിളാണ്. ഇതും മാരുതി SX4 തന്നെയാണ്. 2010 മോഡൽ VDI ആണ്. ഇത് വന്നിട്ട് തിരൂർ രജിസ്ട്രേഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻറ്റർ ലോക്ക് എന്നീ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഒരു 116 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇതിൻ്റെ 2 ടയർ ബ്രാൻഡ് ന്യൂ ആണ്. അതുപോലെ തന്നെ 2 ടയർ ഒരു ഹാഫ് കണ്ടീഷനും ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് അവർ ചോദിക്കുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 225 ആണ്. ഈ പ്രൈസ് നെഗോഷ്യബിളാണ്. അത്യാവശ്യം ഇൻറ്റീരിയറും കുഴപ്പമില്ലാത്തൊരു വാഹനം തന്നെയാണത്. വീണ്ടും ഒരു ടാക്സി തന്നെയാണ് നോക്കാൻ പോകുന്നത്. ടാറ്റ സുമോ ആണ്. 2010 മോഡൽ വിറ്റ DI ആണ് ഇതിൻ്റെ ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻറ്റർ ലോക്ക്, ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. 117 ഓടിയിട്ടുണ്ട് ഈ വാഹനം. എന്നിരുന്നാലും ടയർ കണ്ടീഷനെല്ലാം പക്കയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഡീസൽ വേരിയൻ്റാണ്. ഇതിൻ്റെ റെക്കോർഡെല്ലാം പക്കയാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 185 ചോദിക്കുന്നത്. എന്നിരുന്നാലും ഈ പ്രൈസ് നെഗോഷ്യബിളാണ്. അടുത്തത് വീണ്ടും ഒരു ടാറ്റ സുമോ തന്നെയാണ്. 2008 മോഡൽ വിറ്റ DI ആണ്. ഇതൊരു പ്രൈവറ്റ് വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട്. ഇത് 140 ആണ് ഇതിൻ്റെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ ടയറെല്ലാം ബ്രാൻഡ് ന്യൂ ടയറാണ്. MRFൻ്റെ ടയറാണ്. അതുപോലെ തന്നെ സീറ്റ് കവറെല്ലാം ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. ഈ വാഹനത്തിൻ്റെ കണ്ടീഷനെല്ലാം അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയാണ്. ഇൻറ്റീരിയറും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ചോദിക്കുന്ന ഒരു ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 140 ആണ്. എന്നിരുന്നാലും ഇത് ചെറിയ രീതിയിലെല്ലാം നെഗോഷ്യബിളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കേരള യൂസർ കാറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.